ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. രാമകഥ രസവാഹിനി ഭാഗം 14, അധ്യായം 14, വനാന്തരങ്ങളിലേക്ക്. പ്രശ്നോത്തരിയും തത്വങ്ങളും. പ്രശ്നോത്തരി. സുമന്ത്ര രഥത്തിൽ രാമലക്ഷ്മണന്മാരെയും സീതയെയും കയറ്റുവാൻ പോകുമ്പോൾ എന്തുണ്ടായി? അയോധ്യയിലെ ആബാലവൃദ്ധം ജനങ്ങളും വിലപിച്ചുകൊണ്ട് അതിന് പിന്നാലെ ഓടി. ദശരഥ മഹാരാജാവ് എന്തു ചെയ്തു? അദ്ദേഹം ഒരു തേരിൽ കയറി അവരെ അനുഗമിച്ചു. രഥം നിർത്താനായി സുമന്ത്ര പറഞ്ഞപ്പോൾ രാമൻ വിലക്കിയത് എന്തുകൊണ്ട്? താൻ രഥം നിർത്തിയാൽ പിതാവിനും ജനങ്ങൾക്കും പ്രത്യാശ ഉണ്ടാകുമെന്നും അത് കൂടുതൽ വേദനാജനകമാണെന്നും മനസ്സിലായതിനാൽ രാമൻ സുമന്ത്രരെ വിലക്കി. സുമന്ത്രർ താൻ എങ്ങനെ രാജാവിനെ നേരിടുമെന്ന് ചോദിച്ചപ്പോൾ രാമൻ നൽകിയ മറുപടി എന്താണ്? തങ്ങളെ കാട്ടിൽ പോകാവുന്നിടത്തോളം ദൂരം കൊണ്ടുപോകണമെന്ന് ആജ്ഞാപിച്ചത് ചക്രവർത്തിയാണ്. ഇപ്പോൾ നമ്മുടെ പുറകെ വരുന്നത് ദശരഥനാണ്. അങ്ങ് അനുസരിക്കേണ്ടത് ചക്രവർത്തിയുടെ കൽപ്പനയാണ്, ദശരഥൻ എന്ന വ്യക്തിയുടെ അല്ല. പ്രധാനമന്ത്രിയുടെ ധർമ്മം ആചരിക്കുക. ശ്രീരാമനെ പിന്തുടർന്ന പ്രജകളും ഇരുട്ടി തുടങ്ങിയപ്പോൾ എവിടെ എത്തി? തമസാവ് നദിയുടെ തീരത്ത്. പൗരജനങ്ങൾ ഗാഠനിദ്രയിലായപ്പോൾ രാമൻ സുമന്ത്രർക്ക് നൽകിയ നിർദ്ദേശം എന്താണ്? ശബ്ദമില്ലാതെ രഥം പോയ വഴികൾ മനസ്സിലാകാത്ത രീതിയിൽ കുറച്ചു ദൂരം അയോധ്യാഭിമുഖം പോയ ശേഷം വനത്തിലേക്ക് തന്നെ ഓടിച്ചു പോകുവാൻ പറഞ്ഞു. ആത്മഹത്യയെപ്പറ്റി പോലും ചിന്തിച്ച പ്രജകൾക്ക് എന്ത് ബോധോദയമുണ്ടായി? തങ്ങളുടെ ഉള്ളിലെ ആത്മാവ് രാമനാണെന്നും അതിനാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല എന്നും അവർ മനസ്സിലാക്കി. രാമസീത ലക്ഷ്മണന്മാർ ആദ്യം എത്തിയത് എവിടെയാണ്? ശൃംഗിവേരം എന്ന പട്ടണത്തിനു സമീപം ഗംഗാനദിയുടെ തീരത്ത്. ശൃംഗിവേരാധിപൻ ആരാണ്? ഗുഹൻ. തൻ്റെ രാജ്യവും പ്രജകളും അങ്ങയുടേതാണ് എന്ന് ഗുഹൻ പറഞ്ഞപ്പോൾ ശ്രീരാമൻ്റെ മറുപടി എന്തായിരുന്നു? ഞാൻ പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് രാജ്യഭ്രഷ്ടനാകയാൽ ഒരു പട്ടണത്തിലോ നഗരത്തിലോ പ്രവേശിക്കുകയില്ല. തപസ്സനുഷ്ഠിക്കുന്നവർക്കുള്ള നിയമങ്ങൾ പാലിച്ച് എനിക്ക് ജീവിക്കേണ്ടതുണ്ട്. ഗുഹൻ്റെ വർഗത്തെ എന്തു വിളിക്കുന്നു? നിഷാദവർഗം. ഗുഹൻ രാമസീതാ ലക്ഷ്മണന്മാരെ എങ്ങോട്ടാണ് നയിച്ചത്? ശിംശവ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക്. രാമനും സീതയും ഉറങ്ങിയപ്പോൾ ലക്ഷ്മണൻ എന്തു ചെയ്തു? ജാഗ്രതയോടെ വീരാസനത്തിലിരുന്ന് അവർക്ക് കാവൽ നിന്നു. ലക്ഷ്മണൻ ഗുഹന് നൽകിയ ഉപദേശം എന്താണ്? ഒരാൾക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് അന്യർ മൂലമല്ല, ഓരോരുത്തരുടെ കർമ്മങ്ങൾ മൂലമോ പരമമായ ഇച്ഛയോടെയോ തീരുമാനത്തിൻ്റെയോ പ്രേരണ മൂലമോ ആണ് അതുണ്ടാകുന്നത്. ജന്മമെടുക്കുന്നത് അതുകൊണ്ടാണ്. ഈ ലോകം സ്വപ്നസദൃശം അയഥാർത്ഥമാണ്. രാമനിലെ സുഖവും ദുഃഖവുമെല്ലാം കാണുന്നവരുടെ മാനസികാവസ്ഥയാണ്. രാമൻ ഇതിനൊക്കെ അതീതനാണ്. തലമുടിയുടെ ജട കെട്ടുവാൻ രാമൻ എന്താണ് ഉപയോഗിച്ചത്? അത്തിവൃക്ഷത്തിൻ്റെ നീര്. സീത രാമൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് സ്ഥാപിക്കാൻ എന്ത് ഉപമകളാണ് ഉപയോഗിച്ചത്? നിഴൽ അതിൻ്റെ ആധാരവസ്തുവിനെ അനുഗമിക്കണം. സൂര്യനിൽ നിന്നും അകന്ന് സൂര്യരശ്മികൾക്ക് അസ്തിത്വമില്ല. ചന്ദ്രനിൽ നിന്ന് അകന്ന് ചന്ദ്രികയ്ക്കും നിലനിൽപ്പില്ല. അതുപോലെ സീതയാകുന്ന നിഴലിന് രാമനെ വിട്ടുനിൽക്കുവാൻ കഴിയില്ല. ശ്രീരാമാദികളെ മറുകര എത്തിക്കാൻ ഗുഹൻ വിളിച്ച തോണിക്കാരൻ്റെ പേരെന്താണ്? കേവത്ത്. രാമൻ തോണിയിൽ കറയുന്നതിന് മുമ്പ് പാദങ്ങൾ കഴുകണമെന്ന് കേവത്ത് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട്? പാദസ്പർശം കൊണ്ട് കലിനെ സ്ത്രീയാക്കിയ രാമൻ തൻ്റെ തോണിയിൽ പാദങ്ങൾ കഴുകാതെ കയറിയാൽ ആ പാദരേണുക്കൾ വീണാൽ തൻ്റെ തോണിയിലെ മരക്കഷ്ണങ്ങൾ സ്ത്രീകളായി മാറും എന്ന് കേവത്ത് വിശ്വസിച്ചു. താനും രാമനും ഒരേ ജോലിയാണ് ചെയ്യുന്നത് കേവത്ത് പറയുകയുണ്ടായി. അതിൻ്റെ സാരം എന്താണ്?
താൻ ആളുകളെ ഗംഗാനദിയുടെ തീരങ്ങളിൽ എത്തിക്കുന്ന തോണിക്കാരനും രാമൻ ജനങ്ങളെ സംസാര നദി കടത്തുന്ന ആളും ആയതിനാൽ രണ്ടുപേരും തോണിക്കാരാണ് എന്ന് പറയുന്നു. സീതാദേവി സമ്മാനിച്ച മോതിരം തോണിക്കാരൻ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട്? ശ്രീരാമൻ്റെ അനുഗ്രഹത്തിന് അർഹനായി എന്നതു തന്നെ തനിക്ക് ധാരാളമാണ്. തിരികെ പോകുമ്പോഴും ഈ വഴി വന്ന് തന്നെ ഒരിക്കൽ കൂടി സേവനം ചെയ്യുവാൻ അവസരം നൽകി അനുഗ്രഹിക്കണം. താൻ ജീവിതത്തിൽ ഏറ്റവും വില കൽപ്പിക്കുന്ന പ്രതിഫലം അതാണ്. അതുകൊണ്ട് മോതിരം സ്വീകരിച്ചില്ല. ശ്രീരാമനോട് തോണിക്കാരൻ എന്താണ് പറഞ്ഞത്? ഈ ചെറിയ അരുവി കടത്തിയതിന് ഞാൻ അങ്ങയിൽ നിന്നും കൂലി സ്വീകരിച്ചാൽ എല്ലാവരെയും സംസാര സാഗരം കടത്തുന്നതിന് അങ്ങ് കൂലിയായി എന്ത് സംഖ്യയാണ് വാങ്ങുക? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സന്ധ്യാവന്ദനം ചെയ്യുവാൻ ശ്രീരാമലക്ഷ്മണന്മാർ എവിടേക്കാണ് പോയത്? 3 നദികളുടെ സംഗമസ്ഥാനമായ പ്രയാഗയിലേക്ക്. തത്വങ്ങൾ വനാന്തരങ്ങളിലേക്ക്. ശ്രീരാമചന്ദ്രൻ്റെ തീരുമാനം മാറ്റുവാൻ ആർക്കും കഴിയില്ലെന്നും സത്യനിഷ്ഠനായ രാമൻ അചഞ്ചലനായ വീരനാണെന്നും ദശരഥൻ പറയുന്നു. ദശരഥൻ സുമന്ത്രരോട് പറയുന്ന ഓരോ വാക്കിലും അദ്ദേഹത്തിൻ്റെ പുത്രവാത്സല്യവും പ്രജാവാത്സല്യവും കാണാം. സുമന്ത്ര രാമലക്ഷ്മണന്മാരെയും സീതയെയും രഥത്തിൽ കയറ്റി വനത്തിന് അഭിമുഖമായി വളരെ വേഗത്തിൽ പോയി. അയോധ്യയിലെ ആബാലവൃദ്ധം ജനങ്ങളും അലമുറയിട്ടുകൊണ്ട് രഥത്തിന് പിന്നാലെ ഓടി. ഇതിനിടയിൽ ദശരഥൻ മറ്റൊരു രഥത്തിൽ വളരെ വേഗം അവരെ പിന്തുടർന്നു. വിവരം സുമന്ത്ര രാമനെ അറിയിക്കുന്നു. തേര ശീഘ്രഗതിയിൽ പായിക്കുവാനാണ് ശ്രീരാമൻ ആവശ്യപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? രഥം നിർത്തുകയാണെങ്കിൽ അത് രാജാവിലും ജനങ്ങളിലും പ്രത്യാശ ഉണ്ടാക്കുകയും തൻ്റെ പ്രതിജ്ഞ നിറവേറ്റുവാൻ വിഷമമുണ്ടാവുകയും ചെയ്യും. മാത്രവുമല്ല, പിതാവിൻ്റെ വിലാപം ജനങ്ങൾ കാണുകയാണെങ്കിൽ രാമനെക്കുറിച്ച് അവർക്ക് തെറ്റിദ്ധാരണയും ഉണ്ടാകും. ശാരീരികമായ ബന്ധനങ്ങളുടെ മായയിൽപ്പെട്ടിരിക്കുന്ന സാധാരണക്കാർക്ക് സത്യവ്രതവും ധർമ്മനിഷ്ഠയും ഒന്നും മനസ്സിലാകണമെന്നില്ല. അവർ പുത്രൻ പിതാവിൻ്റെ ദുഃഖം കണ്ടിട്ടും വഴങ്ങുന്നില്ല എന്ന് മാത്രമേ ധരിക്കുകയുള്ളൂ. രാജാവ് പുറകെ വരുന്നത് കണ്ടിട്ടും രഥം നിർത്താതെ പോയാൽ താനിനി അദ്ദേഹത്തെ എങ്ങനെ അഭിമുഖീകരിക്കും? അതിനാൽ തന്നെ കൂടി അയോധ്യയിലേക്ക് മടക്കി അയക്കാതെ രാമൻ്റെ ഒപ്പം കൊണ്ടുപോകണമെന്ന് സുമന്തർ അപേക്ഷിക്കുന്നു. രാമൻ നൽകുന്ന ഉത്തരം സ്വധർമ്മ പരിപാലനത്തിൽ ഒരു വിഘ്നം ഉണ്ടാകുമ്പോൾ ഏത് കാര്യത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് ആലോചിച്ച് പ്രവർത്തിക്കണം എന്ന സന്ദേശം നൽകുന്നു. തങ്ങളെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് മടങ്ങിയെത്താൻ ആജ്ഞാപിച്ചത് ദശരഥ ചക്രവർത്തിയാണ്. ഇപ്പോൾ രഥത്തിന് പിന്നാലെ കരഞ്ഞുകൊണ്ട് വരുന്നത് പിതാവായ ദശരഥനാണ്. രാജ്യത്തിൻ്റെ മന്ത്രിയായ സുമന്ത്രർ അനുസരിക്കേണ്ടത് ചക്രവർത്തിയെയാണ്, ദശരഥൻ എന്ന വ്യക്തിയെ അല്ല. വ്യക്തികളെന്ന നിലയിൽ പുത്രനും പിതാവും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ ഒരു ചക്രവർത്തിക്ക് എല്ലാവരും തുല്യരായ പ്രജകളാണ്. ഈ ധാർമ്മികമായ വിശകലനം ഓരോ ഭരണാധികാരിയിലും എക്കാലത്തും ഉണ്ടാവേണ്ടതാണ്. രാമൻ രഥം നിർത്താതെ പോകുന്നത് കണ്ട ദശരഥൻ നിരാശനായി അയോധ്യയിലേക്ക് മടങ്ങുന്നു. പക്ഷേ ജനങ്ങൾ രാമനെ പിന്തുടരുന്നു. തളർന്ന അവശരായിട്ടും തന്നെ പിന്തുടരുന്ന അവരെ കണ്ട് രാമൻ കരുണാതുരനായി രഥം നിർത്തുന്നു. പ്രജകളുടെ ഉദാത്തവും നിസ്വാർത്ഥവുമായ പ്രേമമാണ് ഇവിടെ പ്രകടമാകുന്നത്. രാമനില്ലാതെ അയോധ്യ തങ്ങൾക്ക് വനമാണെന്നും തങ്ങളുടെ ആത്മാരാമനും ഗുരുവും പ്രഭുവുമായ രാമനുള്ള വനമാണ് അയോധ്യയെന്നും ജനങ്ങൾ പറയുന്നു. തൻ്റെ പ്രജകളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവരുടെ സ്വധർമ്മത്തിൽ അവർ വ്യാപൃതരായാൽ മാത്രമേ തൻ്റെ വനവാസം ദുർഘടങ്ങളൊന്നുമില്ലാതെ നയിക്കുവാൻ തനിക്ക് സാധിക്കുമെന്ന് രാമൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് തന്നെ അനുഗമിക്കുന്ന ബ്രാഹ്മണ യുവാക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ത്യാഗം തൻ്റെ സിംഹാസന ത്യാഗത്തെക്കാൾ ശ്രേഷ്ഠവും നിസ്സാർത്ഥവുമാണെന്ന് രാമൻ കരുതുന്നു.
നേരം ഇരുട്ടിത്തുടങ്ങിയതിനാൽ തമസാ നദിയുടെ തീരത്ത് വിശ്രമിക്കാമെന്ന് രാമൻ ജനങ്ങളെ അറിയിക്കുന്നു. ശാരീരികവും മാനസികവുമായ തളർച്ച കൊണ്ട് ജനങ്ങൾ ഗാഠനിദ്രയിലേക്ക് വഴുതി വീണു. പൗരജനങ്ങളോട് രാമനുള്ള സ്നേഹവും കരുതലുമാണ് രാമൻ്റെ തുടർന്നുള്ള നിശ്ചയത്തിൽ വെളിപ്പെടുന്നത്. അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ രഥം കുറച്ചു ദൂരം അയോധ്യാഭിമുഖം നയിച്ചിട്ട് രഥത്തിൻ്റെ വഴി തിരിച്ചറിയാത്ത വിധം വനത്തിലേക്ക് പോകുവാനാണ് രാമൻ സുമന്ത്രരോട് ആവശ്യപ്പെടുന്നത്. രാമനും കൂട്ടരും പോയ വഴി അറിയുവാൻ നിർവാഹമില്ലാതെ അവർ മടങ്ങിപ്പോകും എന്ന് രാമന് അറിയാമായിരുന്നു. രാമൻ്റെ വിരഹദുഃഖം താങ്ങാൻ വയ്യാത്ത നാം എന്താണ് ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്ന് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടാകുന്ന തിരിച്ചറിവ് ഒരു ഗുണപാഠമാണ്. ഓരോ ജീവിയുടെ ഉള്ളിലും ആത്മാവായി നിലകൊള്ളുന്നത് രാമൻ അഥവാ ഈശ്വരൻ തന്നെ ആയതിനാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും പാടില്ല. ശൃംഗേരി പട്ടണത്തിൻ്റെ സമീപത്തുള്ള ഗംഗാനദി കണ്ടപ്പോൾ ആ പുണ്യനദിയുടെ മുൻപിൽ അവർ നമസ്കരിക്കുന്നു. ഗംഗാനദി എല്ലാ ജീവജാലങ്ങൾക്കും പരമാനന്ദവും ആത്മീയ വരങ്ങളും നൽകുന്ന പുണ്യനദിയാണ്. അവരുടെ ആഗമന വാർത്ത അറിഞ്ഞ നിഷാദ രാജാവായ ഗുഹനും പരിവാരങ്ങളും ഫലങ്ങളും പുഷ്പങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് രാമപാദങ്ങളിൽ നമസ്കരിക്കുന്നു. വനാന്തര രാജ്യങ്ങളിൽ ഗുഹൻ്റെ ഭക്തിയും വിനയവും വിജ്ഞാനവും ശ്ലാഘനീയമാണ്. നഗരത്തിലേക്ക് ശ്രീരാമനെ ക്ഷണിക്കുന്ന ഗുഹനോട് രാമൻ തൻ്റെ നിശ്ചയങ്ങൾ വെളിപ്പെടുത്തുന്നു. പിതൃകൽപ്പന വനവാസമാണ് വിധിച്ചിരിക്കുന്നത്. അതിനാൽ താൻ തപശ്ചര്യയോടെ കഴിയുമെന്നും ഒരു നഗരത്തിലോ ഗ്രാമത്തിലോ പ്രവേശിച്ച് ആതിഥ്യം സ്വീകരിക്കയില്ലെന്നും താപസന്മാരുടെ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളെന്നും ശ്രീരാമൻ പ്രഖ്യാപിക്കുന്നു. 14 വർഷത്തിലെ വനവാസ ജീവിതത്തിൽ ഒരിക്കൽ പോലും തൻ്റെ ഈ വ്രതം രാമൻ മുടക്കില്ല എന്നത് ദൃഢനിശ്ചയത്തിന് ധർമ്മനിഷ്ഠയ്ക്കും നമുക്ക് നൽകുന്ന മാർഗദർശനമാണ്. ശ്രീരാമലക്ഷ്മണന്മാരും യുവാക്കളായിരുന്നുവെന്ന് നാം ഓർക്കണം. അതുകൊണ്ട് തന്നെ അവരുടെ ത്യാഗം കൂടുതൽ ശ്രേഷ്ഠമാകുന്നു. ലക്ഷ്മണൻ ഗുഹന് നൽകുന്ന ഉപദേശങ്ങൾ ഇന്ന് എല്ലാവർക്കും മാതൃകയാണ്. സാധാരണയായി ജനങ്ങൾ വെച്ചു പുലർത്തുന്ന കാര്യങ്ങളിലേക്കാണ് ലക്ഷ്മണൻ വിരൽ ചൂണ്ടുന്നത്. ഒരാൾക്ക് സുഖമോ ദുഃഖമോ ഉണ്ടാകുന്നത് മറ്റൊരാൾ കാരണം അല്ല. മറ്റൊരാൾ വഴി ഭാഗ്യനിർഭാഗ്യങ്ങളോ സന്തുഷ്ടിയോ അസന്തുഷ്ടിയോ ഒന്നും ഉണ്ടാകുന്നില്ല. പൂർവജന്മത്തിൽ ഒരാൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായോ പരമമായ ഇച്ഛയുടെയോ തീരുമാനത്തിൻ്റെയോ പ്രേരണ മൂലമോ ഓരോരുത്തരും ഓരോ നിയോഗങ്ങൾക്കായി ജന്മമെടുക്കുന്നു. ആ നിയോഗം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവർ സന്തുഷ്ടരോ ദുഃഖിതരോ ആയി കാണപ്പെടുന്നു. ഒരു യാചകൻ താൻ രാജാവാണെന്ന് സ്വപ്നം കാണും സന്തോഷിക്കുകയും ഒരു രാജാവ് തൻ യാചകനാണെന്ന് സ്വപ്നം കണ്ട് ദുഃഖിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഉണരുമ്പോൾ അത് അയഥാർത്ഥവും നൈമിഷികവുമായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അതുപോലെ ഈ ലോകം സ്വപ്നവും മിഥ്യയുമാണ്. ശ്രീരാമൻ്റെ എല്ലാ ദ്വന്ദ്ഭാവങ്ങൾക്കും അതീതനാണ് ശ്രീരാമൻ. തൻ്റെ ജന്മങ്ങളുടെ ഫലമായി വാസനകൾ സമാർജിച്ച ആളുകൾ രാമനെ സന്തുഷ്ടനോ ദുഃഖിതനോ ആയി കാണും. അത് അവരുടെ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ്. ജനങ്ങൾ വ്യാമോഹനിദ്രയിൽ കിടന്നുകൊണ്ട് പലതരം സ്വപ്നങ്ങൾ കാണുന്നു. ജീവിതമാകുന്ന രാത്രി അവർ കഴിച്ചുകൂട്ടുന്നു. യോഗികൾ മാത്രമാണ് ആത്മനിയന്ത്രണത്തോടുകൂടി സ്വപ്നങ്ങൾ കാണാതെ ഉണർന്നിരിക്കുന്നത്. ലൗകിക സുഖങ്ങളുടെ മിരട്ടിൽ നിന്നും സ്വതന്ത്രരാകുന്നതുവരെ ഒരാൾക്കും താൻ ഉണർന്നിരിക്കുകയാണ് എന്ന് പറയാൻ കഴിയില്ല. ജ്ഞാനം ലഭിച്ചാൽ, സത്യം സാക്ഷാത്കരിച്ചാൽ വ്യാമോഹങ്ങൾ എല്ലാം അവസാനിക്കും. ഈശ്വരപ്രേമം സുദൃഢം ആവുകയും ചെയ്യും. ചക്രവർത്തിയുടെ കൽപ്പന അനുസരിക്കുകയാണ് മന്ത്രിയായ സുമന്ത്രരുടെ ധർമ്മമെന്നും അത് ചെയ്തു കഴിഞ്ഞാൽ അയോധ്യയിലേക്ക് മടങ്ങണമെന്നും രാമൻ പറയുന്നു. രാമൻ്റെ ധർമ്മനിഷ്ഠയാണ് അദ്ദേഹം ഓരോരുത്തർക്കും നൽകുന്ന ഉപദേശങ്ങളിൽ നാം കാണുന്നത്. നിഴൽ അതിൻ്റെ ആധാരവസ്തുവിൽ നിന്നും അകലാത്തതുപോലെ സൂര്യനും സൂര്യരശ്മികളും ചന്ദ്രനും ചന്ദ്രികയും ഒരുമിച്ചിരിക്കുന്നത് പോലെ ആണ് ശ്രീരാമൻ്റെ ഒപ്പം സീത ഉണ്ടായിരിക്കുക എന്ന് സീത അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. പിന്നീട് തോണിക്കാരനായ കേവത്തിൻ്റെ ഭക്തിയും ദൃഢമായ വിശ്വാസവും വെളിപ്പെടുന്നതിലേക്കാണ് നാം കാണുന്നത്.
ശ്രീരാമ പാദസ്പർശം കൊണ്ട് ഒരു കല്ല് സ്ത്രീയായി മാറിയതിനാൽ തൻ്റെ തോണിയിൽ പാദങ്ങൾ കഴിയ ശേഷം മാത്രമേ കയറാവൂ എന്ന് കേവത്ത് അപേക്ഷിക്കുന്നു. വിദ്യാഭ്യാസമോ അറിവോ ഇല്ലാത്ത കേവത്തിൻ്റെ നിഷ്കളങ്ക ഭക്തി കണ്ട് ശ്രീരാമൻ പ്രീതനാകുന്നു. സമ്മാനമായി ഒരു മോതിരം നൽകിയപ്പോൾ സംസാരസാഗരത്തിൻ്റെ മറുകര കടത്തുന്ന തോണിക്കാരനായ ശ്രീരാമൻ ഒരു കൂലിയും വാങ്ങുന്നില്ലല്ലോ. ശ്രീരാമനെ കയറ്റിയ തോണി തുഴയാനുള്ള അവസരം ഇനിയും നൽകണമേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സനാതനധർമ്മം ഭാരതീയൻ്റെ ഹൃദയത്തെ സ്വാഭാവികമായും സഹജമായും സ്വാധീനിക്കുന്നു എന്ന സന്ദേശം വെറും സാധാരണക്കാരനായ ഒരു തോണിക്കാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ഗുഹൻ തോണി കടത്തിയ ശേഷം ശ്രീരാമൻ്റെ അനുവാദത്തോടെ കുറച്ചു ദൂരം കൂടി പിന്തുടരുന്നു. 3 നദികൾ ഒരുമിച്ച് ചേരുന്ന ഗംഗ, യമുന, സരസ്വതി പ്രയാഗയ്ക്ക് സമീപമാണ് അവരെത്തിയത്. പ്രയാഗിലെ സ്നാനം സർവ്വപാപഹരമാണ്. അന്നും ഇന്നും, അതായത് ത്രേതായുഗത്തിലും കലിയുഗത്തിലും പുണ്യതീർത്ഥസ്നാനം പാപഹരമാണ്. ഈ ആചാരം ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ പൈതൃകത്തെ അറിയുകയും സംരക്ഷിക്കുകയും പരിശീലിക്കുകയും ചെയ്യണം എന്നാണ് സ്വാമി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പ്രശാന്തി നിലയത്തിലെ എല്ലാ ആഘോഷങ്ങളും സനാതനധർമ്മം അനുസരിച്ച് ആത്മീയ പരിവേഷം ഉള്ളതായി തീരുന്നത്. ജയ് സായിരാം.